എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാനിപ്പം വന്നത്. ഞാൻ ആ വീഡിയോസ് എല്ലാം കൂടി ചെറിയൊരു കഷ്ണമാക്കി എനിക്ക് വോയിസൊക്കെ കൊടുത്തു. പക്ഷേ ലാസ്റ്റ് ഭയങ്കര ഇമോഷണലായിപ്പോയി. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് എന്നിട്ടൊന്നും എനിക്കങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. ദയവ് ചെയ്ത് എന്നെ ഒരുപാട് ഒരു ആവശ്യവുമില്ലാതെ ഞാൻ ആരും ഉപദ്രവിക്കാതെ ജീവിച്ചിട്ടും എന്നെ ഒരുപാട് വന്ന് ചൊറിഞ്ഞിട്ടുള്ളവരെ മാത്രമേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇനിയിപ്പം അറിയാതെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, എൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ മാപ്പ് പറയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഘട്ടത്തിലോട്ടാണ് ഞാൻ കടക്കാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതമല്ലേ സുഹൃത്തുക്കളെ ജീവിക്കുന്നത്. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഉത്തരവാദിത്തങ്ങളും എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റൂ. എനിക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടാവാം, നിങ്ങൾക്കൊക്കെ ഒരുപാട് പലതും ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഇതെല്ലാം നികത്തി തരാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് ദയവായി വിട്ടു തരിക. വെറുതെ നമ്മൾക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആകെ ചെറിയൊരു സന്തോഷത്തിനും ഒരു ടൈം പാസിനും എനിക്ക് ആകെ ഉള്ളൊരു എൻ്റർടൈൻ, എനിക്ക് കള്ള് കുടിച്ചിട്ടോ സിഗരറ്റ് വലിച്ചിട്ടോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടോ കുറേ കാമുകന്മാരുടെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സെക്ഷൽ റിലേഷൻ ചെയ്തിട്ടോ ഒന്നും എനിക്ക് അങ്ങനത്തെ ഒന്നും ഒരു എൻ്റർടൈൻമെൻറ്റും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. ദയവ് ചെയ്ത് ആരെയും ഞാൻ ഉപദ്രവിക്കുന്നില്ലല്ലോ, എന്നെ എൻ്റെ പാട്ടിനെ വിട്ടേക്കൂ. നിങ്ങൾക്കുള്ള അതേ റൈറ്റ്സാണ് എനിക്കും ഉള്ളത്. പിന്നെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ ആരെയും ഉപദ്രവിക്കാത്തടത്തോളം കാലം ദയവീത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് വിട്ടോളൂ. അത് പറ്റിയില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോളൂ. പിന്നെ എന്നെ കാണണ്ടല്ലോ. ഞാൻ നിർബന്ധപൂർവ്വം ആരുടെയും വാളിലോട്ട് വരുന്നില്ല. ഞാൻ ഒന്നും കൊണ്ടുവരുന്നില്ല. ഇന്നിപ്പം ഞാൻ എൻ്റെ ഈ സന്തോഷകരമായിട്ടുള്ള ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരുപാട് പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണലായി. ഞാൻ ഇവിടെ വരെ എത്തിയ എൻ്റെ വഴികൾ ഒക്കെ ഞാൻ ഓർത്തുപോയി. അതുകൊണ്ടാണ് എനിക്കത് തുള്ളിച്ചാടിയെന്ന് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ ഇതുപോലെ ഇമോഷണലായി പോകുന്നത്. അതിലും സോറി. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അറിയില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ബാക്കിയൊക്കെ ആ വീഡിയോയിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് ഗൈസ്. യൂഷ്വലി ഞാൻ എവിടെയെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു റീലോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്തില്ല. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് അതെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ. ഇൻ കേസ് അത് നടക്കാതെ എങ്ങനെ പോയാൽ പിന്നീട് അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അൺനെസറി ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ അതങ്ങ് ഒഴിവാക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജേണിയും ഞാൻ കുറച്ചുകൂടി ഒരു പ്രൈവറ്റായിട്ട് വെച്ചതും. ബട്ട് ടുഡേ ഐ ആം റിയലി ഹാപ്പി ടു സേ ദാറ്റ് ദ പേർപ്പസ് ഫോർ വിച്ച് ഐ വെൻറ്റ് വാസ് സക്സസ്ഫുൾ. സത്യം പറഞ്ഞാൽ അതെൻ്റെ ശ്രമം കൊണ്ട് മാത്രമല്ല, ഗോഡ്സ് ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് സാധ്യമായത്. ഞാൻ എന്താണോ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഞാൻ എന്തിനാണോ പോയത് അതിന് സെലക്ഷൻ ലഭിച്ചതും ഒക്കെ അതുകൊണ്ട് മാത്രമാണ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരുതലും അനുഗ്രഹവും തന്നെയായിരുന്നു കേട്ടോ. പലപ്പോഴും വഴികൾ അടഞ്ഞു പോയെന്ന് തോന്നിയ നിമിഷങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രതീക്ഷയും ഒക്കെ തന്നത് ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം എപ്പോഴും എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. I truly believe that God has been my constant source of strength, guidance and protection. ഇന്ന് ഞാൻ ഈ കാണുന്ന എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ സന്തോഷം ഉൾപ്പെടെ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാ മഹത്വവും നന്ദിയും ഒക്കെ ദൈവത്തിന് മാത്രമാണ് ഞാൻ സമർപ്പിക്കുന്നത്. കാരണം എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാനോ എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ എന്നെ പ്രോത്സാഹിപ്പിക്കാനോ എൻകറേജ് ചെയ്യാനോ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും ഈവൻ എൻ്റെ പാരൻസ് ഉൾപ്പെടെ ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. ആർക്കും അതിനൊന്നും
താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനും വളർന്നു, എൻ്റെ കുഞ്ഞിനോടൊപ്പം ഞാനും വളർന്നു. എന്നെ എന്നും മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നെ സ്നേഹിച്ചിട്ടുള്ളത്, എന്നെ ആത്മാർത്ഥമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ടീച്ചേഴ്സ് മാത്രമാണ്. എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പൊന്നൂൻ്റെ ടീച്ചേഴ്സും ഒരുപോലെ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഫസ്റ്റ് എനിക്ക് പറയാനുണ്ടെങ്കിൽ അത് അവരോട് മാത്രമാണ്. സാധാരണ നമ്മളാണ് പാരൻസ് എന്ന നിലയിൽ നമ്മളുടെ മക്കളെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും പുതിയ ബിഗിനിങ്സിലേക്കും ഒക്കെ കൊണ്ടുപോകാറുള്ളതല്ലേ. പക്ഷേ ഇത്തവണ റോൾസ് വെയർ റിസർവ്ഡ്. ഒരമ്മയായ എൻ്റെ മകളാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 100% കോൺഫിഡൻസോടെ എന്നെ എൻകറേജ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ഡോറും ലോക്ക് ചെയ്ത് ഇത് പൊന്നൂന് പറ്റും, 100% പറ്റും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെ എന്നെയും കൊണ്ട് അവൾ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ആസ് എ മദർ ദാറ്റ് മൊമെൻറ്റ് വാസ് വെരി സ്പെഷ്യൽ ആൻഡ് ഇമോഷണൽ ഫോർ മീ. സംടൈംസ് നമ്മുടെ മക്കൾ നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പലപ്പോഴും നമ്മളെ നമ്മുടെ സ്വന്തം പരിധിക്ക് അപ്പുറം എത്തിക്കാൻ പ്രചോദിപ്പിക്കും ഇല്ലേ. അവരുടെ ആത്മവിശ്വാസം നമ്മളെ ചിലപ്പോൾ കൂടുതൽ ശക്തരാക്കും. എൻ്റെ മോളുടെ വിശ്വാസവും സപ്പോർട്ടും ഒക്കെ എനിക്ക് എന്നും എപ്പോഴും ഒരു വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളോ എൻ്റെ കഴിവോ എൻ്റെ കാലിബറോ എൻ്റെ പൊട്ടൻഷ്യലോ ഒന്നും എൻ്റെ വീട്ടുകാർ പോലും മനസ്സിലാക്കാതെ വന്നപ്പോൾ അവളത് മനസ്സിലാക്കി, എൻ്റെ ടീച്ചേഴ്സിനെ പോലെ. സ്റ്റുഡൻസിന് വേണ്ടി അലോഡല്ലേ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ഫൈനലി വി റീച്ച് ദ ഡെസ്റ്റിനേഷൻ വി ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർവേഡ് ടു. +2 കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, എത്രയൊക്കെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടോ, ഞാൻ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടോ, ഞാൻ ഏതൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, എവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ, അവിടെ എല്ലാം ഇതേപോലെ തന്നെ ഒരു നിഴലായിട്ട് എൻ്റെ കുഞ്ഞിപ്പൊന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാരൻ്റ് അവളാണെന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഈ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ സന്തോഷവും എൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ചില്ലറയല്ലായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എൻ്റെ ഒരു സ്വപ്നത്തിലേക്കൊരു ചുവട് കൂടി ഞാൻ അടുത്തെത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അതെത്ര പറഞ്ഞറിയിക്കണമെന്ന് എനിക്കിങ്ങനെയൊന്നും പറഞ്ഞറിയിക്കാനെ കൊണ്ട് പറ്റില്ല കേട്ടോ. അവൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ട്രോൾ ചെയ്യുക. ഞാനിങ്ങനെ ആദ്യം ഇരിക്കുമ്പോഴും അവൾ പറയുന്നത് ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളതായിരിക്കും, ഇതിപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവും, ഇതൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഫ്രാങ്ക്ഫിനിൽ ഞാൻ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും അവളെന്നുള്ളൊരു മകളുള്ളത് കൊണ്ടും അവളെ പ്രസവിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടും ആ ഒറ്റ കാരണത്തിൽ റിജക്റ്റ് ചെയ്ത ഫ്രാങ്ക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും മെറിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ കൊടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ എടുക്കുകയും നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പകുതിയാവുന്നതിന് മുൻപ് തന്നെ ക്യാമ്പസ് സെലക്ഷനിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പുതിയ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടുകയും ചെയ്ത ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും ശരി, എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. സെലക്ഷൻ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ചലഞ്ചിങ്ങും ആയിരുന്നു കേട്ടോ. അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കും, കോൺഫിഡൻസ് ലെവൽ നോക്കും, പേഴ്സണാലിറ്റി നോക്കും, ആപ്റ്റിറ്റ്യൂഡ് നോക്കും, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി നോക്കും, മെൻ്റൽ കപ്പാസിറ്റി നോക്കും. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് കേട്ടോ, ഈ എല്ലാ കാര്യങ്ങളും കൂടി വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവരൊരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്. പൈലറ്റ് ആവുക എന്നത് ഒരു ജോബ് ടൈറ്റിൽ മാത്രമല്ല കേട്ടോ, ഇറ്റ്സ് എ പ്രൊഫഷൻ ദാറ്റ് ഡിമാൻഡ്സ് ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അബോവ് ഓൾ റെസ്പോൺസിബിലിറ്റി. ഓരോ ഫ്ലൈറ്റും 100 കണക്കിന് യാത്രക്കാരുടെ വിശ്വാസം വഹിച്ചുകൊണ്ടാണ് പറക്കുന്നത്. അതുകൊണ്ടൊരു പൈലറ്റ് ആവുക എന്നത് വെറും ഒരു പ്രൊഫഷൻ മാത്രമല്ല, അത് മറിച്ച് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. ഞാനിനി പഠിക്കാൻ പോകുന്ന ക്ലാസ് റൂംസൊക്കെ നടന്ന് കണ്ടു വിശദമായിട്ട് തന്നെ. അവിടെ ഒരു സിക്ക് റൂം ഉണ്ടായിരുന്നു, പക്ഷേ അത് മാത്രം ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ആ റൂം എന്തായാലും ഉപകാരപ്പെടും, കാരണം എല്ലാ മാസവും പീരീഡ്സിൻ്റെ ടൈമിൽ മരണവെപ്രാളവും അത്രയേറെ വേദനയും ഞാൻ തിന്നുന്നത് കാരണം എന്തായാലും എനിക്ക് ആ 3-4 ദിവസം എന്തായാലും ആ റൂം എനിക്ക് ആവശ്യം വരും. ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ട് തിയറി ക്ലാസ്സസ് ആയിരിക്കും. ഏവിയേഷൻ സബ്ജക്റ്റ് ഉണ്ടാവും, നാവിഗേഷൻ, മെട്രോളജി, എയർ റെഗുലേഷൻ, എയർക്രാഫ്റ്റ് ടെക്നിക്കൽ നോളജ്, അങ്ങനെ ഒരുപാടുണ്ട് പഠിക്കാൻ. പഠിച്ച് തല പുകയും. എന്തായാലും ഒരു എക്സൈറ്റിംഗ് ജേണി തന്നെയാണ് മുന്നിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ ഇറ്റ് വോണ്ട് ബി ഈസി, ബട്ട് ഐ ആം റെഡി ടു എംബ്രേസ് ദ ചലഞ്ച്. ജീവിതത്തിൽ ചില ഡ്രീംസ് നമ്മൾ ഉടനെ അച്ചീവ് ചെയ്യും, ചിലത് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മളൊരു സ്വപ്നത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനായിട്ട് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. അത് ഏത് സമയത്താണെങ്കിലും ശരി, കുറച്ച് ലേറ്റായാൽ പോലും. എൻ്റെ മമ്മി ആദ്യമായിട്ട് എന്ന് ഫ്ലൈറ്റ് കയറിയോ, എന്ന് ഞാൻ ഒറ്റപ്പെട്ടോ, എന്ന് ഞാൻ എൻ്റെ വേദനകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ, അന്ന് തുടങ്ങിയ എൻ്റെ ആഗ്രഹമാണ് എനിക്കൊരു പൈലറ്റ് ആവണം എന്നുള്ളത്. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ.
എൻ്റെ ഇമോഷണൽ വേർഡ്സിൻ്റെ ഉള്ളിൽ പൊന്നൂൻ്റെ ഒരു നല്ലൊരു ഡയലോഗ് മിസ്സായിപ്പോയി. ക്യാൻറ്റീൻ ഉണ്ടാവും മേ ബി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവന്ന് കഴിച്ചോ, അപ്പോൾ ഇതാക്കണ്ട. പക്ഷേ ഡ്രൈവിംഗ് ആണ് വിഷയം.